പ്രതാപ, നമ്മള് വ്രതഭക്തിയോടെ അമ്പലങ്ങളിൽ പോകുമ്പോ നമ്മളെ ഇവള് തിളപ്പിക്കുന്നതേ നമ്മുടെ വ്രതം തെറ്റാനാ. നമ്മുടെ രക്തം തിളച്ച അവിടെ നമ്മുടെ പ്രാർത്ഥനയുടെ ഫലം പോകും. അതിവൊക്കെ അറിയാം. അതുകൊണ്ട് ഇവളുടെ ഇത്തരം സംസാരത്തിനൊക്കെ മറുപടി കൊടുക്കാതെ വാ പ്രതാപ, നമുക്ക് പോകാം. ഞങ്ങളും ഒന്ന് ശ്രമിച്ചു നോക്കട്ടടി. ഉണരാത്ത ദൈവങ്ങള് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിട്ട് ഉണരുവോന്ന്. എന്തായാലും ഉണ്ടല്ലോ, നിന്റെ മോള് നല്ല രീതിയിൽ പ്രസവിക്കാൻ പോകുന്നില്ല. പ്രസവത്തോടെ അമ്മയും കുഞ്ഞും മുകളിലേക്ക് യാത്ര തിരിക്കണേ എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന. നീ ജെറ്റടി, അങ്ങനെ തന്നെ സംഭവിക്കും. അവളുടെ അഹങ്കാരത്തിന് ദൈവം കരുതി വെച്ചിരിക്കുന്ന ശിക്ഷ അതാ. നീ വാ മോനെ. വേണ്ട വേണ്ടെന്ന് വെക്കുന്നോളും. അനന്തേട്ടാ, കണ്ണേട്ടനെ രാവിലെ കാണാൻ പോകുന്നുണ്ടല്ലോ. കാണുമ്പോഴേ മഹിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന് ചോദിക്കണം. മഹിക്കെന്താ കുഴപ്പം? അത് പിന്നെ ഇന്നലെ ദുസ്വപ്നങ്ങളൊക്കെ കണ്ടായിരുന്നു രാത്രിയില്. എങ്ങനെ കാണാതിരിക്കും? ഏത് നേരവും മഹിയും അയാളുടെ കുഞ്ഞിനെ കുറിച്ചാണല്ലോ നീ ചിന്തിക്കുന്നത്. ഇനിയിപ്പോ കണ്ണൻ മഹിയെ ഇവിടെ കൊണ്ട് വിട്ടാലേ നിനക്കൊരു മാറ്റം ഉണ്ടാവൂ. അത് പറയാനാ ഞാൻ വന്നത്. കണ്ണേട്ടനോട് മഹിയെ എത്രയും പെട്ടെന്ന് കൊണ്ടുവിടാൻ പറയണം. അവിടെ അയാൾ നിന്നാ ശരിയാവില്ല. എടി മോളെ, അവര് ഭാര്യയും ഭർത്താവുക. മഹി പ്രഗ്നന്റ് ആയ ശേഷം ഇവിടെയായിരുന്നല്ലോ കൂടുതൽ സമയം. ഈ 7 മാസത്തിനിടയില് വളരെ കുറച്ച് ദിവസം മാത്രമേ മഹി അവിടെ പോയി നിന്നിട്ടുള്ളൂ. ഇടയ്ക്ക് അവർക്ക് ഒന്നിച്ചൊരു മുറി കഴിയണമെന്നൊക്കെ തോന്നില്ലേ? 7 മാസം കഴിഞ്ഞ ഏതെങ്കിലും ഭർത്താക്കന്മാര് ഒന്നിച്ച് താമസിക്കാറുണ്ടോ? 7 മാസത്തിന് മുമ്പ് താമസിക്കാറുണ്ടല്ലോ. അന്ന് നീ മഹിയെ അങ്ങോട്ട് വിട്ടായിരുന്നോ? ഞാൻ വിടാത്തതാണോ അനന്തേട്ടാ? അതിനുള്ള സാഹചര്യം അവിടെ ഇല്ലല്ലോ. ഒന്നാമത് ഒരുത്തി കൊണ്ട് വീട്ടുജോലിയൊക്കെ ചെയ്യിപ്പിക്കുക. അവളിനി കഴിക്കാൻ കൊടുക്കുന്ന ഭക്ഷണത്തില് എന്തെങ്കിലും കലക്കി കൊടുത്താലോ? അങ്ങനൊന്നും ചെയ്യത്തില്ല. കരുണം കഴിച്ചിട്ട് ഭക്ഷണം അവ മഹിക്ക് കൊടുക്കൂ. രണ്ടാൾക്കും എന്തെങ്കിലും ആപത്തുണ്ടാകട്ടെ എന്ന് കരുതിയിട്ട് അവളും അവളുടെ അമ്മായിയമ്മയും കൂടെ എന്തെങ്കിലും ചെയ്താലോ? അതിപ്പോ കണ്ണൻ അവിടെ നിൽക്കുന്നത്. എന്നിട്ട് അങ്ങനൊന്നും സംഭവിച്ചില്ലല്ലോ. ഈ പറയുന്നവർക്കും ജീവിക്കണമെന്ന് ആഗ്രഹമൊക്കെ കാണില്ലേ മോളെ? പിന്നിപ്പോ അവിടെ മഞ്ജു വന്നിട്ടുണ്ട്. അവളുടെ വയറ്റിൽ ഒരു കുഞ്ഞുണ്ടല്ലോ അനന്തേട്ടാ. ഈ സമയത്ത് അമ്മയാവാൻ പോകുന്ന 2 പെൺകുട്ടികള് അവിടെ നിൽക്കുന്നത് ശരിയല്ല. നീ മഹി ഇവിടെ വരുമ്പോ നേരിട്ട് ഇതൊക്കെ പറയാൻ നോക്ക്. എനിക്കിതൊന്നും കണ്ണനോട് പറയാൻ പറ്റില്ല. എന്റെ ആശങ്ക അറിയിക്കണം. ഞാനിന്നലെ അതുപോലുള്ള സ്വപ്നങ്ങളെ കണ്ടത്. നിന്റെ സ്വപ്നങ്ങൾ ഫലിക്കാറില്ല എന്നല്ലേ പറയാറ്? എപ്പോഴും അങ്ങനെ സംഭവിക്കണമെന്നില്ലല്ലോ. അല്ല, നീ എന്ത് സ്വപ്നം കണ്ടത്? അതൊന്നും ഞാൻ പറയുന്നില്ല. അത് പറയാനുള്ള ശക്തി പോലും എനിക്കില്ല. എടി, കണ്ട സ്വപ്നം മറ്റൊരാളോട് പറഞ്ഞു കഴിഞ്ഞാ അത് നടക്കില്ലെന്ന് പറയാറ്. ഇതും നടക്കില്ല. എന്നാലും വല്ലാത്തൊരു ഭയം പോലെ. നീ രാവിലെ മഹിയെ വിളിച്ചായിരുന്നോ? ഇല്ല, കുറച്ച് കഴിഞ്ഞ് വിളിക്കാം. വിളിക്കുമ്പോ പറ മഞ്ജുവിനെ കൊണ്ട് ഇങ്ങോട്ട് വരാൻ. എന്നിട്ട് ഇവിടെ വന്നിട്ട് കുറച്ച് ദിവസം നിൽക്കാൻ പറ. ഞാൻ സാഗറിനോടും പറയാം കുറച്ച് ദിവസം ഇവിടെ നിൽക്കാൻ. അല്ല, എല്ലാരും ഒന്നിച്ചിവിടെ ഉണ്ടെങ്കിൽ അതൊരു രസമാണല്ലോ. കൂട്ടത്തിൽ കണ്ണേട്ടനോടും പറ ഇവിടെ വന്ന് നിൽക്കാൻ. വല്ലപ്പോഴും തറവാട്ടിലേക്ക് കണ്ണേട്ടന് പോയാ പോരെ? എല്ലാരും ഇങ്ങനെ തറവാട്ടിൽ നിന്ന് ഇറങ്ങി കൊടുത്താലേ അത് സ്വന്തം തറവാടാണെന്ന് അവന്റെ 2ാം അമ്മയ്ക്കും മോനും ഒക്കെ തോന്നും. ആ കരുണയ്ക്കും. പിന്നെ കണ്ണൻ മഹിയും കുഞ്ഞിനും കൊണ്ട് അങ്ങോട്ട് ചെല്ലുമ്പോ അവിടെ ഉള്ളവർക്കൊക്കെ അത് വലിയ ബുദ്ധിമുട്ടായിരിക്കും. ആർക്കും അങ്ങനെ തീരെഴുതി കൊടുക്കരുതില്ലേക്ക്, പ്രത്യേകിച്ച് നമ്മുടെ മുതല്. ഞാൻ ഏതായാലും പോയിട്ട് വരാം. കണ്ണൻ ഉടനെ അവിടെ എത്തും.
അല്ല കണ്ണൻ. ആ കണ്ണനല്ലേ ആയിരിക്കുന്നേ. ആ കമലേശ്വരത്തെ മൂത്ത ആള്, ദുർഗേച്ചിയുടെ മൂത്ത മോൻ. ആരെങ്കിലും എന്തെങ്കിലും ഉണ്ടാക്കി വെക്കുമ്പോ നീ ഡൈനിങ് ടേബിളിന് മുന്നിൽ വന്നിരിക്കും. എന്താ വിളമ്പി വെക്കുന്നതെന്ന് വെച്ചാൽ നീ നന്നായിട്ട് കഴിക്കും. അല്ലാതെ നീ ഇവിടുത്തെ അടുക്കള കണ്ടിട്ടുണ്ടോ? ഇവിടെ എന്താ നടക്കുന്നതെന്ന് നീ നോക്കിയിട്ടുണ്ടോ? അറിഞ്ഞിട്ടുണ്ടോ? എനിക്കതറിയേണ്ട ആവശ്യമില്ലല്ലോ. ആരാ പറഞ്ഞ ആവശ്യമില്ലാന്ന്? ഇനി നീ അറിയണോ അടുക്കളയെ? അതിന്റെ ആദ്യ പടി എന്നോണം ദേ പാലെടുത്ത് വെച്ചിട്ടുണ്ട്, തിളപ്പിക്ക. ആഹാ, നീ ഇവിടെ നിൽക്കുകയാണോ? നീ ഇന്നെന്താ കുളിയൊക്കെ കഴിഞ്ഞ് അടുക്കള കയറിയില്ലേ? പൂജാമുറിയിൽ വിളക്കും തെളിയിച്ചില്ലേ? നീ എന്തെന്നെ ഇങ്ങനെ നോക്കുന്നത്? ഇവിടെ മഞ്ജു വന്നതല്ലേ, അവൾക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലേ? മനസ്സില്ല. ഇനി ആരുടെ കാര്യങ്ങൾ ഞാൻ നോക്കില്ല. കരുണേ, വാശി വേണ്ട. നീ നിന്റെ രീതിയിൽ മുന്നോട്ട് പോവാണെങ്കിൽ ഉറപ്പായിട്ടും കണ്ണിട്ട് വെറുതെ ഇരിക്കില്ല. അയാൾ വെറുതെ ഇരിക്കണ്ട. അയാളോട് വെറുതെ ഇരിക്കണം ആരെങ്കിലും പറഞ്ഞോ? നീ എന്തോ ഭാവിച്ചിട്ടാണല്ലോ. ആരടി നീ? കല്യാണം കഴിയുന്നതിന് മുൻപ് നിനക്ക് എന്റെ മുന്നിലൊന്ന് ഇരിക്കാൻ പറ്റുമായിരുന്നോടി? നീ ഇരുന്നിട്ടുണ്ടോടി? കല്യാണത്തിന് മുൻപുള്ള കഥകളൊന്നും എനിക്കറിയണ്ട. കല്യാണത്തിന് ശേഷം ഇപ്പൊ എന്താണോ നടക്കുന്നത് അതിനനുസരിച്ച് നീ ജീവിച്ചാ മതി. ജീവിക്കാൻ മനസ്സില്ലെങ്കിലോ? ദേ, നീ ഒരുപാട് വില നൽകേണ്ടി വരും. എത്ര വില? അത് പറ. നീ എന്നെ ചൊടിപ്പിക്കുകയാണോ? ഒരുപാട് സഹിച്ചു, ക്ഷമിച്ചു, അത്രയൊക്കെ മതി. ഇനി നീ പറയുന്നത് കേൾക്കാൻ ആരെങ്കിലും വേണമെങ്കിലേ നീ പൈസ കൊടുത്ത ആളെ വെക്കണം. നീ ഇവിടെ ജീവിക്കുന്നുണ്ടെങ്കിൽ ദേ ഞാൻ പറയുന്നത് നിനക്ക് കേൾക്കേണ്ടി വരും. കേട്ടില്ലെങ്കിലോ? ദേ, കണ്ണേട്ടൻ പുറത്തു പോയിരിക്കുക. തിരിച്ചു വരുമ്പോ നീ ഇതുപോലെ കണ്ണേട്ടനോട് സംസാരിക്കണം. അയാളോട് ഞാനെന്ന് സംസാരിക്കാനാ? ഞാൻ ധിക്കാരം കാട്ടിയാ എന്റെ അച്ഛനെ നീ എല്ലാം കൂടെ കോടതി കയറ്റുമായിരിക്കും, ജയിലിലോട്ട് വിടുമായിരിക്കും. അച്ഛൻ മാത്രമല്ല, ഞാനും ജയിലിൽ കിടക്കാൻ തയ്യാറാണെങ്കിലോ? ഞാൻ പറഞ്ഞില്ലേ, നീ വീട്ടിൽ പോയപ്പോ നിന്നെ വളർത്തി നശിപ്പിച്ച നിന്റെ അച്ഛനും മുത്തശ്ശിയും കൂടെ ഉപദേശങ്ങൾ തന്നു കാണുമായിരിക്കും. അതൊക്കെ കേട്ടിട്ട് നീ നിന്റെ ഭാവി ഇല്ലാതാക്കുന്ന സംസാരം നിർത്തുന്നതാ നല്ലത്. എന്നെ അടുക്കളയിൽ കയറ്റുമ്പോ, എന്നെ കൊണ്ട് വീട്ടുജോലി ചെയ്യിക്കുമ്പോ നിനക്കൊരു കുറ്റബോധവും തോന്നാറില്ല? എന്തിനാ കുറ്റബോധം തോന്നുന്നേ? നാളെ അതുകൊണ്ട് നിനക്ക് ഗുണമേ ഉണ്ടാവൂ. എനിക്ക് അങ്ങനെ ഒരു ഗുണം വേണ്ട. മറ്റുള്ളവർക്ക് വെച്ച് വിളമ്പാൻ എനിക്കിഷ്ടമല്ല. മറ്റുള്ളവരെന്തേലും ഉണ്ടാക്കി മുന്നിൽ കൊണ്ടുവയ്ക്കുന്നതാ എനിക്കിഷ്ടം. ഇനി അത് നടക്കത്തില്ല എന്ന് മാത്രമല്ല, ഇനി ഒരു കോംപ്രമൈസിന് ഞാനും കണ്ണേട്ടനും തയ്യാറുമല്ല. ഞങ്ങളുടെ വാക്ക് കേൾക്കാൻ വയ്യെങ്കിലേ ഇനി നീ കാണാനും കേൾക്കാനും പോകുന്നത് നീ സങ്കല്പിക്കാത്ത പോലും കാര്യങ്ങളായിരിക്കും. കുറിച്ചിട്ടോ?
എന്താ ലക്ഷ്മി കണ്ണോർക്ക് കണ്ണോർക്ക് അയ്യോ അയ്യോ എന്താ എന്തു പറ്റിയതാ? അവള് കാലുതെറ്റി വീണതല്ല, ഞാൻ തള്ളിയിട്ടതാ. അവളെ അവളുടെ കുഞ്ഞിനെ കൊല്ലാൻ തന്നെ. എടാ, അടുക്കള കയറി പാചകം ചെയ്യാത്തവള് ഇപ്പൊ നല്ലൊരു പാചകക്കാരിയായി. ഇതാണ് കാലത്തിന്റെ കളി എന്നൊക്കെ പറയുന്നത്. മഹിയെ ഒരുപാട് കഷ്ടപ്പെടുത്തുന്നത് കണ്ടിട്ട് അവൾക്ക് ദൈവം കൊടുക്കുന്ന ശിക്ഷ ഏത്? ആ വലിയ വീട് അടിച്ച് തുടച്ചവള് വശം കിടണം കണ്ണ. അവളും അവളുടെ അച്ഛനും മുത്തശ്ശിയൊക്കെ ചെയ്ത തെറ്റിന് ഇതല്ല, ഇതിനപ്പുറം കിട്ടണം. ആ നേരത്തും നിങ്ങൾ സൂക്ഷിക്കണം. ആ പ്രതാപൻ മകളുടെ കഷ്ടപ്പാട് കണ്ടിട്ട് മഹിയെ കൊല്ലാൻ നോക്കിയതാ. അതുകൊണ്ട് അയാളുടെ ഓരോ നീക്കങ്ങളും ശ്രദ്ധയോടെ വീക്ഷിക്കണം. നമ്മൾ ഒരുപാടൊന്നും ഭയന്നിട്ട് കാര്യമില്ല നന്ദു. നാളെ കുഞ്ഞുമായിട്ട് ഞങ്ങൾക്ക് അവിടെ താമസിക്കേണ്ടതല്ലേ? അതേപ്പറ്റിയും നന്നായിട്ടൊന്ന് ആലോചിക്കുന്നത് നല്ലതാ. കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിനെ കുളിപ്പിക്കണമെന്നും അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണമെന്നും ആഗ്രഹം കാണും ലേഖയ്ക്ക്. അത് മാത്രമല്ലടാ, ഞങ്ങൾ രണ്ടാളും അരികിലുണ്ടെങ്കിലേ കുറച്ച് ടെൻഷൻ നിനക്കും മഹിക്കും കുറയും ചെയ്യും. എന്റെ ഭാര്യയും കുഞ്ഞിനെ വിട്ടുതരാൻ നിനക്കും ലേഖയ്ക്കും മനസ്സിലാന്ന് പറ. അങ്ങനെയെങ്കിൽ അങ്ങനെ തന്നെ. അത് സത്യമാണല്ലോടാ. പിന്നെ പരസ്പരം സ്നേഹിക്കുന്നവര് ഒന്നിച്ച് താമസിക്കുന്ന പോലെയല്ല ശത്രുക്കളുമായി ഒന്നിച്ച് കഴിയുന്നത്. നമുക്ക് ആലോചിക്കടാ. വാ. മഞ്ജു ആണല്ലോ. അവളെന്താ പെട്ടെന്ന് വിളിക്കുന്നേ? ഹലോ മഞ്ജു. ഞാൻ ദേ എത്തി. എന്താടാ? മഹി സ്റ്റെപ്പിന്ന് വീണെന്ന്. പെട്ടെന്ന് എനിക്ക് അവിടെ എത്തണം. എടാ, മഹിയെ ഹോസ്പിറ്റലിൽ എത്തിക്കണം. നീ ടെൻഷൻ ആവാതെ വാ, പോ, കേറ്. നീ എന്താ ഒറ്റയ്ക്ക്? അവരെവിടെ? എന്റെ അച്ഛനും മുത്തശ്ശിയും. അവര് തീർത്ഥാടനത്തിനാണെന്നും പറഞ്ഞു പോയതാ. ഇന്നോ നാളെയോ വരും. നീ എന്താ വല്ലാതിരിക്കുന്നേ? വഴക്കിട്ടിട്ട് വരികയാണോ? എന്റെ മുഖത്തെ മാറ്റം എന്തുകൊണ്ടാണെന്നൊക്കെ അമ്മ അറിയും കുറച്ചു കഴിയുമ്പോ. എന്താ പറ്റിയത്? ഒന്നും പറ്റിയില്ല. അതിന് നീ എന്തിനെങ്ങനെ ചൂടാവുന്നത്? ചൂടാവാൻ തോന്നിയതുകൊണ്ട്. ഇനി എന്നോട് എന്തെങ്കിലും ചോദിച്ചാ ഇതിനേക്കാളും ഒച്ചത്തിലായിരിക്കും ഞാൻ സംസാരിക്കുന്നത്. ലക്ഷ്മിയും കണ്ണനും പറയുന്നത് കേൾക്കാതെ അവരെ അനുസരിക്കാതെ നീ ഇങ്ങോട്ട് വഴക്കിട്ട് പോന്നതാണല്ലേ? ആണെങ്കിൽ അങ്ങനെ തന്നെ. എന്റെ അച്ഛനാണെന്ന് പറയുന്ന ഒരാൾ ചെയ്ത തെറ്റിന് എനിക്ക് ശിക്ഷ അനുഭവിക്കേണ്ട കാര്യമില്ല. അതിന്റെ പേരിൽ കിടന്ന് കഷ്ടപ്പെടാനും ഞാൻ ഒരുക്കമല്ല. നിന്റെ അച്ഛൻ കോടതി കയറാതെ തലനാരിഴയ്ക്കാ രക്ഷപ്പെട്ടത്. അങ്ങനെ രക്ഷപ്പെടാനുള്ള കാരണം എന്താ? അച്ഛൻ ചെയ്ത തെറ്റിന് എന്നെ അവിടെ ഇട്ട് വറുത്ത് കോരുമായിരുന്നു. ഇനി അത് നടക്കില്ല. കമലേശ്വരത്തെ വീട്ടുപണി ചെയ്യുന്നതിലും നല്ലത് അന്തസ്സായിട്ട് പോയി ജയിലിൽ കിടക്കുന്നതാ. അങ്ങനെ ജയിലിൽ പോയി കിടക്കാൻ വേണ്ടിട്ട് നീ എന്തെങ്കിലും ചെയ്തോ? ചെയ്തോന്ന് പോയി തിരക്ക്.
കരുണേ, മോളെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ലല്ലോ. സ്ട്രക്ചർ കൊണ്ടുവാ. സ്റ്റെപ്പിന്റെ മോളിൽ നിന്ന് തള്ളിയിടുമായിരുന്നു ഏട്ടാ. ശരിക്കും ഞാൻ പേടിച്ചു പോയി. അവളിപ്പോഴും അവിടെ ഉണ്ടോ? ഒന്നും അറിയില്ല. കണ, ഞാൻ പോയി ലേഖയുടെ വിവരം പറഞ്ഞിട്ട് അവളെയും കൂട്ടിക്കൊണ്ട് വരാം. ശരി. ആ, വലിയൊരു തെറ്റായിപ്പോയി മഞ്ജു, മഹിയെ നമ്മുടെ വീട്ടിൽ കൊണ്ട് നിർത്തിയത്. എല്ലാത്തിനെയും അടിച്ചിറക്കി കളയണം, എന്റെ അമ്മ ഉൾപ്പെടെ എല്ലാത്തിനെയും. എന്തിനാ ഇങ്ങനൊരു അമ്മ ആങ്ങളെ നാത്തൂനൊക്കെ നമുക്ക്? വല്ലാത്ത ജന്മങ്ങൾ തന്നെ. വിളിച്ചപ്പോ എന്താ എടുക്കാത്തത്? എന്താ വൈകി? നീ പെട്ടെന്ന് റെഡി ആവണം, നമുക്ക് ഹോസ്പിറ്റലിൽ വരെ ഒന്ന് പോണം. എന്ത് പറ്റി അനന്തേട്ടാ? അത് പിന്നെ എല്ലാം വളരെ ലാഘവത്തോടെ കണ്ണന് മഹി എടുത്തത്. ആ കരുണയെ കൊണ്ട് വീട്ടുജോലിയൊക്കെ ചെയ്യിപ്പിക്കുമ്പോ അവളുടെ ഒരു കൊലപാതകം ഉണ്ടെന്നുള്ള കാര്യം ഇവരാരും ചിന്തിച്ചില്ല. എന്താ പറ്റിയെന്ന് പറ അനന്തേട്ടാ. നീ അപ്സെറ്റ് ആവരുത്. രാവിലെ കരുണയോട് സംസാരിച്ചിട്ട് മഹി സ്റ്റെപ്പ് ഇറങ്ങുമ്പോ സകല നിയന്ത്രണം വിട്ട കരുണ മഹിയെ അവിടുന്ന് തള്ളി താഴെയിട്ടു. അയ്യോ, എന്നിട്ട് മഹിക്ക് ഐസിയുല മുകളിൽ നിന്നാണോ താഴേക്ക് വീണ്?
അനന്തോട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ.